വെൽക്കം ഡിംപിൾ, വെൽക്കം ടു ദ ഷോ. അന്നപ്പോഴത്തേക്കും എന്റെ പെട്ടിയൊന്നും കാണുന്നില്ല. എന്നെ കുറച്ച് കഷ്ടപ്പെടുത്തി. ഒരാഴ്ചയൊക്കെ ഞാൻ പട്ടിണി കിടന്നു ഗൈസ്. സെയിന്റ് കാതറിൻസിലേക്ക് ഞാൻ എത്തിയപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ അവിടെ നിന്ന് വരുന്നു. Let's talk about the bloody 30 acres of land. 300 ഏക്കർ ഉണ്ടെന്നാണ്. അയ്യോ, എന്നെ ആഗ്ന എയർപോർട്ടിൽ വിളിക്കാൻ വന്നു. എന്നെ പീറ്റർ പീറ്റർ വന്നു. അത്താഴ പ്രശ്നക്കാരുണ്ടോ? അഭയാർത്ഥിക്കാരനായിരുന്നു. നേരെ വന്നിറങ്ങി എന്റെ വീട്ടിലോട്ടാ. അത് കഴിഞ്ഞപ്പോ ഒരു ബാണ്ടൊക്കെ കെട്ടി ഞാൻ അവിടെ വലിഞ്ഞു കയറി നിൽക്കുവോ. ഞാൻ പറയാം ഒരു ഫ്രണ്ട് കൂടി വരും. നിന്നെ ഒറ്റയ്ക്ക് വന്നിറങ്ങി. എന്നെ ആരും വിളിക്കാനില്ലായിരുന്നല്ലോ. ഒറ്റയ്ക്കാണ് വന്നിറങ്ങി. എന്നിട്ട് നിങ്ങൾ എയർപോർട്ടിൽ എങ്ങനെ വന്നു? ഇല്ലടാ, പക്ഷെ എന്നെ വിളിക്കാൻ വന്നായിരുന്നു കേട്ടോ. എന്റെ ലാൻഡ് ലോഡ് വിളിക്കാൻ വന്നായിരുന്നു. അപ്പൊ നിന്നെ മാത്രം എന്നെ വിളിക്കാൻ വന്നായിരുന്നു എന്റെ ലാൻഡ് ലോഡ്. ആരാടാ നിന്റെ ലാൻഡ് ലോഡ്? ഡോറോത്തി മാമ. അപ്പൊ ഞാൻ എവിടുന്നൊക്കെ തപ്പി കണ്ടുപിടിച്ചൊരു റൂമായത്. അന്ന് നമുക്ക് കിജിജി ഒന്നും അറിയത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞാലേ നമ്മള് വെബ്സൈറ്റൊക്കെ നമുക്ക് അറിയുന്നത്. അങ്ങനെ ചുമ്മാ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ച ഒരു റൂമാണ്. അപ്പോൾ അവർ നമ്പറൊക്കെ തന്ന് ഇവരായിട്ടൊക്കെ സംസാരിച്ച് അങ്ങനെ അവർ പറഞ്ഞ് ഒരു ഫോട്ടോ ഒക്കെ അയക്കി, ഞാൻ വിളിക്കാൻ വരാന്നൊക്കെ പറഞ്ഞു. വിളിക്കാൻ വരാനോ? അവര് ഫോട്ടോ ആയിട്ട് ഇങ്ങനെ നടക്കുക. കേട്ടോ, ലാൻഡ് ലോഡ് വന്ന് വിളിക്കാൻ വന്നു. കനേഡിയൻ ഒരു ആദ്യമേ നോവസ്കോഷ്യൽ ഇറങ്ങി. അപ്പൊ ഇത്ര പിയർ കിട്ടുമല്ലോ. അങ്ങനെ വന്നിറങ്ങി. അവരെന്നെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ വന്നോളാം. ഇല്ല കുഴപ്പമില്ല, ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞവര്. അങ്ങനെ അവര് കാറുമായിട്ടൊക്കെ വന്ന്. പെട്ടിയൊന്നും വന്നിട്ടില്ല. പെട്ടിയൊക്കെ എങ്ങാണ്ടോ ഏതോ എയർപോർട്ടിലൊക്കെ മിസ്സായി പോയി എന്റെ പെട്ടി. എന്റെ കയ്യിൽ ആകെ ക്യാരി ഓൺ ബാഗ് മാത്രമേ ഉള്ളൂ. ഇട്ട് മാറി ഷഡ് പോലും ഇല്ല. അത് കയ്യിൽ കൊണ്ടുവന്നോണ്ട് അത് മാത്രമല്ല, എന്റെ ചെക്കിൻ ബാഗ് ഒക്കെ പോയി. അങ്ങനെ പിന്നെ ഞാൻ അവിടെ മിസ്സിംഗ് ബാഗ് എന്നൊക്കെ എഴുതി കൊടുത്തിട്ട് അങ്ങനെ പിന്നെ ഇവർ എന്നെയും കൊണ്ട് കുറെ കടയിലൊക്കെ പോയി. എനിക്ക് അത്യാവശ്യം വേണ്ട മറ്റേ വിന്റർ ബൂട്ടും, വിന്റർ സമയത്ത് ഞാൻ വന്നത്. അങ്ങനെ അവർ എന്നെ ഇല്ല അതൊക്കെ ഞാൻ കൊടുത്തു. പക്ഷെ അവര് എന്നെ കൊണ്ടുപോയി. നന്മ അങ്ങനെ അവരെന്നെ മറ്റുള്ള ജയന്റ് ടൈഗറിലും അവിടെ കൊണ്ടുപോയി. അത്യാവശ്യം വേണ്ട ജീൻസും ഉടുപ്പും ഷർട്ടും ടീഷർട്ടൊക്കെ ഹുഡിയൊക്കെ മേടിക്കാനായിട്ട് കൊണ്ടുപോയി. അവരെന്നെ കൊണ്ട് സിമ്മൊക്കെ എടുത്ത് തന്ന്, ഫൈഡോടെ സിമ്മൊക്കെ എടുത്ത് അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന്. അപ്പൊ നീ അഭ്യർത്ഥി ക്യാമ്പ് നടത്തണം. അങ്ങനെ ഞാൻ കുഞ്ഞിനെ സ്വപ്നം കാണാറുണ്ട് ഇതേപോലെയൊക്കെ. അതായത് വലുതാവുമ്പോ ഏതെങ്കിലും പുറത്തെ ഏതെങ്കിലും രാജ്യത്തും അവിടെ ചെല്ലുമ്പോ അവിടെ ഒരു അപ്പൂപ്പിനും അമ്മ മേലെ ദത്തെടുക്കുന്നു, സ്വത്തൊക്കെ എനിക്ക് തരുന്നു, അവര് മരിച്ചു പോകുന്നു. മിനിക്കുട്ടി ഇത് കേട്ടാണ്ടല്ലോ. അല്ല പറ്റൂ, പെട്ടെന്ന് റിച്ചാവൻ അവിടെ. കൊടീശ്വരനായ ആള് മരിക്കുന്നു, സ്വത്ത് മുഴുവൻ തന്റെ പേര് എഴുതി തരുന്നു. നല്ലവനായ പീറ്ററുടെ പേര് സ്വത്തുകളൊക്കെ എഴുതി തരുന്നു. എന്നിട്ട് അവരുടെ മക്കള് മലയാളം ഉണ്ടാക്കുന്നു, റിച്ച് ആവുന്നു. താന്തോന്നി എവരി മറ്റേ രജനി ഫിലിം. ബെസ്റ്റ് ഫ്രണ്ട് 8 ദിവസം അവളുടെ നിന്നേ. ഇപ്പോഴത്തെ കാനഡയും എല്ലാരും അന്ന് ഇപ്പോഴത്തെ അത്ര ഹെയ്റ്റ് ഒന്നും ഇല്ല ഇന്ത്യൻസിനോട് അന്ന് 2019. അപ്പൊ അവര് ഭയങ്കര വെൽക്കമിങ്, ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവര്. പിന്നെ അവർ കൊണ്ടുപോകും, കോഫി മേടിച്ചു തരും. കമ്പനിയും മക്കളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവർക്കൊരു കമ്പനി ഒരു സ്ഥലത്തായിട്ട് ഡിമ്പിളുണ്ട് ഇവിടെ. ഡിമ്പിളുണ്ട് എന്റെ അമ്മോ. സഹൃദയത്തിലെ നാട്ടുകാരെ, ഇതാണ് ഡിംപിൾ. വെൽക്കം ഡിംപിൾ, വെൽക്കം ടു ദ ഷോ. ഈ കോൺട്രാക്ട് സൈൻ ചെയ്ത ഇവിടുന്ന് എന്തുണ്ടായാലും ഞങ്ങൾക്ക് ഉത്തരവാദിത്വം. ഇതിന്റെ പ്രത്യാഘാതങ്ങൾക്ക് പുണ്യാളം വീട് ഉത്തരവാദിത്വം. സ്പീക്ക് അറ്റ് യുവർ ഓൺ റിസ്ക്. എനിക്ക് എന്നാലും അവളുടെ കാര്യം പറയണം.
എന്നാ ശരി ഓർഡർ ഓർഡർ പോവാം ഇത്രയൊക്കെ ഒരു ലാൻഡ് ലോഡ് ചെയ്തു. അയ്യോ, ഞാനിവിടെ വന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നെ വിളിച്ചിട്ടാണ് കാനഡയ്ക്ക് ഞാൻ വരുന്നത്. അതുകൊണ്ട് മാത്രം ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടി വന്നു. ഓക്കെ, എന്നിട്ട് അവള് പറഞ്ഞു ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പൊ എന്ത് ചെയ്യുന്നു? അവളേതോ മാഗ്ഡി പാത്രം കഴിക്കുന്നു. എന്ത് പാത്രം? ഞാൻ ഏതോ വ്യക്തിയിൽ പാത്രം കഴിക്കുന്നു. ഓക്കെ കണ്ടിന്യൂ. പോരെ എനിക്ക് ഇങ്ങ് പോരെ, നമുക്കെല്ലാം സെറ്റാക്കാം. എന്റെ വീടുണ്ട്, വാടാ, കേറി വാടാ. എത്ര വർഷത്തെ ഫ്രണ്ട്ഷിപ്പ്? ഞാൻ വന്നു, ഓക്കെ. എന്നിട്ട് അവള് അയ്യോ എന്നെ കുറച്ച് കഷ്ടപ്പെടുത്തി. ഒരാഴ്ചയൊക്കെ ഞാൻ പട്ടിണി കിടന്നു ഗൈസ്. എന്നിട്ട് ഞാനൊക്കെ പിന്നെ ഇന്റർനെറ്റ് ഞാനൊരു കൈവെള്ളേരാ ഞാൻ അറിയാം. ഞാനിപ്പം ജോക്കിട്ട് നടക്കുന്നത് ഒന്നും വിടരുത് കേട്ടോ. എല്ലാം വേണം. സഹൃദയ നാട്ടുകാരെ ജോക്കുട്ടനാക്കിയുടെ മകനാണ് ഞങ്ങളുടെ ജോണ. അതെ, ജോണെ നമ്മൾ ഇൻട്രോഡ്യൂസ് ജോണനെ കൊണ്ടുവരുന്ന ഒരു ദിവസം. എന്നിട്ട് ഞാൻ ബ്രീഫായിട്ട് പറയാം. അവളുടെ കൂട്ടുകാരി 3 വർഷത്തെ കണ്ടിട്ട് ബെസ്റ്റ് ഫ്രണ്ട്. ഇവര് നാട്ടിൽ വെച്ച പ്ലാൻ നീ വരാതിരിക്കുന്നത് കാനഡ, നീ വന്നേ പറ്റും, നമുക്ക് അടിച്ചു പൊളിക്കണം എന്നും പറഞ്ഞ് ഇവള് അവർക്ക് വേണ്ടി മാത്രം കാനഡയിലോട്ട് വന്നു. ദൈവനാട്ടിൽ പിന്നെ ഇതൊക്കെ കണ്ടാ വരുന്നുണ്ട്. ഇവിടെ വന്ന് റീൽസ് എടുക്കണം. ഇവിടെ വന്നപ്പോഴത്തേക്കും പ്ലാൻ ഉണ്ടായിരുന്നു കണ്ട, നമുക്ക് അറിഞ്ഞൂടെ. പേജൊക്കെ സ്റ്റാർട്ട് പേജൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അവള് പറഞ്ഞു, എടി ഇവിടുത്തെ റെന്റ് ഏകദേശം ഇത്രയാണ്, പക്ഷെ അതായത് 600 ആണ്. നീ ആയതുകൊണ്ട്, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് 575 തന്നാ മതി. ഉണക്കാകെ 550 ആദ്യം, പിന്നെ 2 ദിവസം കഴിഞ്ഞ് 550 കുറച്ച് കൂടുതലല്ലേ, 525 ആദ്യം 550, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പറയാം 550 മുതലാവുന്നില്ല കേട്ടോ, ആകെ 50 കുറച്ചത്. എന്നിട്ട് ഇവള് 1-2 ആഴ്ച നിന്നാലും ഒരാഴ്ച ഒന്നും കഴിച്ചത് പോലും ഇല്ല കേട്ടോ. എന്നിട്ട് സ്പ്ലിറ്റ് വൈസിൽ ആഡ് ചെയ്ത് ഗ്രോസറി ബിൽ എത്രയായിരുന്നു? 425. ഗ്രോസറി ബിൽ 475 അതായിരുന്നു ദേവുന്റെ എക്സ്പീരിയൻസ്. പിന്നെ ദേവു അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു. പിന്നെ അങ്ങ് മാറി പറഞ്ഞു ലൈഫ്. ഇതൊക്കെ എന്താ അങ്ങനെയാണ് ഞാൻ ഇവരെല്ലാരെയും കാണുന്നത്. ഡിംപിള് കാനഡ വന്നപ്പോ ഡിംപിളിന്റെ പ്രതീക്ഷ ഒത്ത ഒരു കാനഡ ആയിരുന്നു. അതായത് നീ മനസ്സിൽ പിക്ചറൈസ് ചെയ്യുമല്ലോ കാനഡ വരുന്നതിന് മുമ്പ്. ഇല്ലേ നമ്മളെല്ലാം ഞാൻ ചെയ്യും. കാനഡ എങ്ങനെയായിരിക്കും, റോഡുകൾ എങ്ങനെയായിരിക്കും, കൺട്രിയിലേക്ക് വരുമ്പോൾ സങ്കല്പങ്ങൾ സത്യമായിരുന്നു. എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ സത്യമായിരുന്നു, ലണ്ടനിലും സത്യമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സെയിന്റ് കാതറിൻസിലേക്ക് എത്തി ഗൈസ്. സെയിന്റ് കാതറിൻസ് നയാഗ്ര ഫോൾസ്. സെയിന്റ് കാതറിൻസിലേക്ക് ഞാൻ എത്തിയപ്പോൾ എന്റെ വെള്ളിമണത്തിലും ഇതിലും പച്ചപ്പും ഇതിലും പരിഷ്കാരങ്ങളുണ്ട് എന്നെ അവിടെ ഉണ്ടല്ലോ എന്നായിരുന്നു. കൺട്രി സൈഡ് ഡിംപിള് കാനഡ വരാൻ നേരത്ത് ഡിംപിളിന്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിംപിളിനെ ഞാൻ എയർപോർട്ടിൽ പിക്ക് ചെയ്യുന്നു, നേരെ ഡിംപിളിനെ കൊണ്ട് സെന്റ് കാതറിൻസ് വീട്ടിലാക്കുന്നു, തിരിച്ച് ആഗി എടുത്ത് വരുന്നു, താമസിക്കുന്നു. അങ്ങനെ ഡിംപിള് വന്നു, ഡിംപിളെ കൊണ്ട് ഡിംപിൾ ഓൾറെഡി നാട്ടിൽ വെച്ച് നമ്മൾ സംസാരിച്ച് ഉറപ്പിച്ച് വെച്ചേക്കുക, വീടൊക്കെ നേരത്തെ അഡ്വാൻസ് ഫസ്റ്റ് മന്ത് ഒക്കെ കൊടുത്തു വെച്ചേക്കുക. അതാണ് എനിക്ക് നിന്റെ ഓണറിനെയും എന്റെ ഓണറിനെയും താരതമ്യം ചെയ്യണം. എനിക്ക് ഇവന്റെ ഓണർ എന്ത് ചെയ്തു, ബോർഡും പിടിച്ച് എയർപോർട്ടിൽ വന്നു നിന്നു. എന്റെ ഓണർ അവരുടെ പോലെ വീടല്ലാത്ത ഏതോ ഒരു വീടിന്റെ ഫോട്ടോ അയച്ച് ഞങ്ങളെ പറ്റിച്ചു. ഇതല്ലാതെ അപ്പോഴെങ്കിലും പറയണ്ടേ. ഡെപ്പോസിറ്റും കൊടുത്ത് ഞാനും ജോയിലും ഞങ്ങൾ എല്ലാരും ഡെപ്പോസിറ്റ് ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുക. എന്റെ അമ്മേ, നാട്ടിൽ നിന്ന് വേറെ ഫോട്ടോസ് കാണിക്കും, ഇവിടെ വരുമ്പോ ഇതാണ് ആ വീട് ഉണ്ടാക്കിയ കാലത്തെ ഫോട്ടോ ആയിരിക്കും. അത് ഞാൻ പറയാം. അത് കോർണർ കാണാണ്ട 1994.
ഇതാണെങ്കിൽ ഉണ്ടല്ലോ ഇവളെ കൊണ്ട് വീട്ടിലോട്ട് ആക്കാൻ പോണ ചെന്നപ്പോഴേ ഈ റോഡൊക്കെ എത്തിയപ്പോൾ ഇച്ചിരി സീന് റോഡ് മറ്റേ പൊടിയൊക്കെ പറന്നു കിടക്കുന്നു ബിൽഡിങ്സ് ഒന്നും ഇല്ല, കൊറേ വെറുതെ കിടക്കും, ചുമ്മാ കാറ്റ് പന്തിയേട് സ്ഥലം. അങ്ങനെ കൊണ്ട് ഇവിടെ ഈ അഡ്രസ്സിന്റെ ഫ്രണ്ടിൽ കൊണ്ട് പാർക്ക് ചെയ്ത് കേട്ടോ. അപ്പൊ ഞാൻ നോക്കിയപ്പോ 2 വീട് അപ്പുറത്ത് നല്ലൊരു വീടുണ്ട്, ഇതായിരിക്കും അഡ്രസ് മാറി കിടക്കുന്നതായിരിക്കും. ഇതോ ഇതൊരു വീട്. ഞാൻ നോക്കിപ്പോട്ട് കാരണം വണ്ടി കൊണ്ട് നിർത്തിയത് എവിടാന്നറിയോ? എടാ ഞങ്ങളോട് നിർത്തിയപ്പോ റൈറ്റ് സൈഡ് ചുമ്മാ പറയല്ലോ 3 ഹോംലെസ് ആൾക്കാർ അവിടെ കിടക്കുന്നു. ഹോംലെസ്കാര് കിടക്കുന്ന ഒരു ആൾക്കാർ അവിടെ കിടക്കുന്നു. അവിടെ ഒരു മറ്റേ മല പോലെ ഗാർബേജ് കൂട്ടിയിട്ടേക്കുന്നു. ഇതിന്റെ ഇപ്പുറത്തൊരു സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പിന്റെ മേളിൽ ആ സ്റ്റെപ്പ് ഉണ്ടല്ലോ തടി വെച്ചുണ്ടാക്കിയ സ്റ്റെപ്പാ, പൊളിഞ്ഞിട്ട് തടിയുടെ സ്റ്റെപ്പ്. ഈ തടിയുടെ സ്റ്റെപ്പ് വെച്ചിട്ടാണ് വീട്. അപ്പൊ ഞാൻ ചിന്തിക്കത്തില്ല, അത് കണ്ട ആൾക്കാർ മറ്റേ എത്രയോ വർഷമായിട്ട് താമസിക്കാത്ത ആൾക്കാർ താമസിക്കുന്ന വീട് പോലെ ഇരിക്കും. ഇതിന്റെ ഇപ്പുറത്തെ ലാൻഡ് ലോഡിന്റെ വീടുണ്ട്. എന്നിട്ട് വീടിനകത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? വീടിനകത്തേക്ക് ഞങ്ങൾ ചെന്നു. ആദ്യം കാർപ്പറ്റ് ഒക്കെ കിടപ്പുണ്ട് കേട്ടോ. ഫുള്ളി ഫേർണിഷ്ഡ് ഹൗസ് ആണ്. അങ്ങനെ അകത്തേക്ക് ചെന്നു, കാർപ്പറ്റ് ഒക്കെ കണ്ടു. അപ്പൊ ഞാൻ കുറച്ചേരം ഞാൻ വിചാരിച്ചു കറുത്ത കാർപ്പറ്റ് ആയിരിക്കും കളർ. പിന്നാണ് എനിക്ക് മനസ്സിലായതല്ല, വെളുത്ത കറുത്തതായതാണ്. അത് കഴിഞ്ഞ് പെട്ടിയൊക്കെ ഉരുട്ടി അകത്തോട്ട് ചെന്ന് വാഷ്റൂം കണ്ടു. ആ വാഷ്റൂമിൽ എങ്ങനെ അപ്പിടുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ അവിടുന്ന് വന്നു, കിച്ചൺ കണ്ടു. കിച്ചണില് പൈപ്പൊക്കെ ഉണ്ട്, പക്ഷെ കുടിക്കാൻ പറ്റില്ല വെള്ളം. അങ്ങനെ ഒരു അവസ്ഥ. അതെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ നമുക്ക് സഹിക്കാം, ഇന്നലെ രാത്രി കിടക്കാം. പക്ഷെ ആ വീട്ടില് താമസിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവില്ലേ. അപ്പൊ അതില് ഞങ്ങളുടെ കൂടെ നന്ദു ഉണ്ട്, ഞാൻ, ജോയില്, നന്ദു, അങ്ങനെ ഞങ്ങള്, പിന്നെ അതിന്റെ കൂടെ വേറെ കുറച്ച് പേര്. ഞങ്ങൾ ഇത്ര, പക്ഷെ ഞങ്ങൾ 3 പേരും ക്ലോസ് ആയിരുന്നു. അങ്ങനെ എല്ലാരും കൂടെ പ്ലാൻ ചെയ്ത് നിൽക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ അവിടുന്ന് വരുന്നു. പുള്ളിയാണെങ്കിൽ മറ്റേ അകത്തൊരു പള്ളിയൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു മുറിയുടെ ഉള്ളിൽ ഒരു പടുകൂറ്റൻ പള്ളിയൊക്കെ പണിഞ്ഞു വെച്ചിട്ട് പുള്ളി ഇവനാണെങ്കിൽ ഉണ്ടല്ലോ ചെന്ന് കണ്ടപ്പോൾ എന്നെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അവൻ അച്ചമ്പട്ടത്തിന് പോയവനാ, എന്നിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് ഇപ്പം മറ്റേ പാസ്റ്റർ ആവാൻ നടക്കുക. അതായത് കല്യാണവും കഴിക്കണം എന്നാ ദൈവവിളിയിൽ നടക്കുകയും വേണം. അവനാണ് അവൻ. ഇവൻ വന്ന് സ്തുതിയൊക്കെ പറയുന്ന. എന്നിട്ട് അപ്പൊ അവൻ പറയണേ, കൊല്ലത്ത് മറ്റേ സ്റ്റാൻലി മറ്റേ ജോൺ മാപ്പ് മറ്റേ എന്തോ അറിയോ. അപ്പൊ ഞാനിങ്ങനെ ഇല്ല, പീറ്റർ ഇല്ല, ഞങ്ങളെന്തിനീ അച്ഛന്മാരെയൊക്കെ അറിയുന്നത്. എന്റെ ദൈവമേ. എന്നിട്ട് അപ്പൊ ഇവന്റെ റൂമിന്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ റൂമിന്റെ അകത്തോട്ട് ഞാനും ഇപ്പോൾ നോക്കിയപ്പോഴേ കയറിയതുള്ളൂ. അവന്റെ റൂമൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു വലിയ കൊന്ത തൂക്കിയിട്ടേക്കുന്നു. ഇവിടെ ഒരു വലിയ മാതാവിന്റെ ഫോട്ടോയും പിന്നെ മറ്റേ വാൾ ഷെൽഫില്ലേ, വാൾ ഷെൽഫിനകത്ത് ഒരു രാത്രി കൊണ്ട് ഇതൊക്കെ. അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് ഇവന്റെ ഓവർ ഭക്തി കണ്ടപ്പോഴേ ഇവൻ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ കൺവിൻസിങ് സ്റ്റാർ ആയപ്പോ ഇവന് മനസ്സിലായി ഡിംപിൾ ഇവിടെ നിൽക്കത്തില്ല, ഡിംപിൾ പോകും, ഞങ്ങൾ പോകാനുള്ള പ്ലാനിലാണ്, അടുത്ത പ്ലാൻ പിടിക്കുമെന്ന് മനസ്സിലായി. ഉടനെ ഇവൻ ഡിംപിളെ നമ്മള് സ്കൂളിൽ ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. അതിൽ നമ്മൾ 8-9 മണിക്കൂർ കോളേജിൽ പഠിക്കാൻ പോകും. പിന്നെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ 8 മണിക്കൂർ, പിന്നെ ഒരു 4 മണിക്കൂർ എവിടെയെങ്കിലും കിടക്കണം. ഇവിടെ നിന്നാ പോയി, നമുക്കിവിടെ കൂടെ ആകെ ഒരു 3-4 മണിക്കൂർ ഉറങ്ങാൻ ഒരു സ്ഥലം വേണം. നമുക്ക് എന്തോരം ക്ലാസ് ഇരിക്കുന്നു, നമുക്കിവിടെ നമുക്ക് പ്രാർത്ഥിക്കണം, നമുക്ക് കിടന്നുറങ്ങണം, ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഡിംപിളിനെ ഞാൻ പറഞ്ഞു ഒട്ടും നിൽക്കത്തില്ല. അങ്ങനെ അവിടുന്ന് അതായിരുന്നു. പിന്നെ അപ്പൊ പിന്നെ കൊണ്ടുപോകാൻ സ്ഥലമില്ല. അങ്ങനെ ഇവളെ കൊണ്ട് ആഗിയുടെ അടുത്തോട്ട് വന്നത്. ഞാൻ കാനഡ വന്നപ്പം ഞാൻ ഓൾറെഡി ആഗി വിളിക്കാൻ വരുമെന്ന് പറഞ്ഞായിരുന്നു. എന്റെ റൂംമേറ്റുമായിട്ട് വന്നു. എന്റെ റൂംമേറ്റുമായിട്ട് അങ്ങനെ ഞാൻ ഇവനും വിഷ്ണു ചേട്ടനും കൂടി വന്ന് എന്നെ പിക്ക് ചെയ്തിട്ട് നേരെ ടിമോട്ടൻസി കൊണ്ടുപോയി. കഥ എനിക്ക് പറയാനുണ്ട്. അതെ, ആ ടിമോട്ടൻസ് കഥ. എടാ, ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി. ഇവൻ പറഞ്ഞിട്ടാണ് ഞാൻ കാനഡയിലേക്ക് വന്നത്. ഞാൻ കാനഡയിലേക്ക് വരുന്നതിന് എനിക്ക് വേറെ ഒരു റീസണും ഇല്ല. പീറ്റർ വരാൻ പറഞ്ഞു, ഞാൻ വന്നു. അങ്ങനെ ഞാൻ കാനഡയിലെത്തി. പീറ്റർ വന്ന് എയർപോർട്ടിൽ തന്നെ പിക്ക് ചെയ്യുന്നു. ഞങ്ങൾ പോകുന്നു. ആദ്യം എനിക്ക് തോന്നുന്നു ആസിഫിനെ നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പീറ്റർ പറഞ്ഞു, കാനഡയിലെ കോഫി കുടിച്ചിട്ടുണ്ടല്ലോ.
നമ്മൾ മറ്റേ ചായക്കടയിലെ ചായയും കാപ്പിയൊക്കെ കുടിച്ചോണ്ടാണല്ലോ ഗ്രൂപ്പ് കോഫിയിൽ വിളിച്ചിട്ടുള്ളൂ. നമ്മള് ഓടിപ്പോയി അങ്ങേറ്റം ബ്രൂ കോഫി നെസ്കഫെ അതെല്ലാം നമ്മൾ കുടിച്ചുള്ളൂ. വീട്ടിൽ വെല്ലുവിളി കിടക്കും നിന്നോട് ടിമോട്ടൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? ടിമോട്ടൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഡബിൾ ഡബിൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഞാനപ്പം ടിമോട്ടൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എല്ലാത്തിനും ഇല്ലടാന്ന് പറയാം. അങ്ങനെ ഇവൻ എന്നെ ഒരു ടിമോട്ടൻസ് കോഫി ഷോപ്പിൽ കൊണ്ടുപോയി ഗൈസ്. എന്റെ ആദ്യത്തെ കാനഡയിൽ വന്നിട്ടുള്ള ഒരു കോഫിയുടെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. എടാ എല്ലാരും കാനഡയിൽ ആദ്യമായിട്ട് വരുമ്പോഴത്തേക്കും ഒട്ടുമിക്ക എല്ലാരും ആദ്യമായിട്ട് കുടിക്കുന്ന കോഫി, മലയാളീസ് ഏറ്റവും ആദ്യം കുടിക്കുന്ന കോഫി ഫ്രഞ്ച് വാനിലയാണ്. ഈ പൊട്ടൻ അത് ഓർഡർ ചെയ്യാനാ പോയത്. ചെന്നപ്പോ ഇവൻ മറന്നുപോയി, പേര് മറന്നുപോയി. പിന്നെ ഫ്രഞ്ച് വാനില മറന്നു കഴിഞ്ഞപ്പോ ഇവന് ഏറ്റവും അടുത്ത ഓർമ്മയുള്ളത് ഡബിൾ ഡബിൾ. എന്റെ കഷ്ടത്തിൽ അവർ ഡബിൾ ഡബിൾ വരെയൊക്കെ ഷുഗർ കലക്കിയില്ല. ആ ഡബിൾ ഷുഗർ ഇല്ലാണ്ട് കൊണ്ടുതന്നില്ലേ. ഞാനാണെങ്കിൽ കോഫി ബ്രൂ കോഫിയൊക്കെ ഇനി എങ്ങാണ് ഞാൻ കോഫി കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഫി കുടിച്ചിട്ട് പീറ്റർ കോഫി കഷ്ടപ്പെട്ട് ഇതില് നന്നായിട്ട് 5 രൂപയ്ക്ക് കോഫി നാട്ടിൽ കിട്ടുന്നില്ല. കുടിച്ചോ? പക്ഷെ എന്റെ കുഴപ്പമല്ല വെച്ചു. തന്റെ കഥ പറ്റേ. എന്നിട്ട് ആഗി വിളിക്കാൻ വന്നു. ആഗി വിളിക്കാൻ വന്നു. അങ്ങനെ അപ്പൊ ആദ്യത്തെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗിയുടെ കൂടെ ഒരാഴ്ച നിന്നിട്ട് ഞാൻ അനിയനുണ്ടായിരുന്നല്ലോ, പൊന്നു ബ്രയൻ. അനിയൻ ഇവിടെ കാനഡയിലായതുകൊണ്ട് മമ്മി പറഞ്ഞ് പൊന്നിന്റെ കൂടെ നിന്നാൽ മതി, വിൻസറിൽ നിന്നാൽ മതി എന്നായിരുന്നു പ്ലാൻ. അപ്പൊ അവിടെ അവൻ നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ ഒരാഴ്ചയെങ്കിലും ആഗിയുടെ കൂടെ നിൽക്കാം, എന്നിട്ട് അങ്ങോട്ട് പോകാന്നുള്ള രീതി നിൽക്കും. അപ്പൊ ആഗി വീട്ടിൽ വന്നപ്പോ ആഗിയുടെ വീട് എങ്ങനെയാണെന്നറിയോ? ഞാൻ അപ്പാർട്ട്മെന്റിലാണ്, ഈ നിലയിലാണെന്ന് പറഞ്ഞ് തുറന്നു കയറിയപ്പോഴേക്കുണ്ടല്ലോ, ഞാൻ നിൽക്കാൻ നേരത്ത് ബാത്റൂമിൽ പോകണമല്ലോ. ഞാൻ ബാത്റൂമിൽ കയറിയിട്ട് ഞാൻ ക്ലോസറ്റിൽ കയറിയിരുന്നു. അപ്പൊ ഞാൻ വെച്ചാൽ ഓക്കെ കാനഡല്ലേ, ഇവിടെ എങ്ങനെയാണെന്നും അറിയത്തില്ലല്ലോ, കപ്പൊക്കെ ഉണ്ടോ? കപ്പൊന്നും കാണുന്നില്ല, ഇതെന്താ ചെയ്യും? മറ്റേ ഈ ജെറ്റ് സ്പ്രേ ഒന്നും ഇല്ലല്ലോ. ഞാനപ്പോ ബാത്റൂമിൽ ഇരുന്നിട്ട് ഞാൻ നോക്കരുത്, സൈഡിലും 2 റിമോട്ട് നോബ് പോലത്തെ സാധനങ്ങൾ തിരിക്കുന്ന സാധനം. ഞാൻ ഈ എനിക്ക് ഉണ്ടായിരുന്നു, ഞാൻ ലണ്ടനിലുണ്ടായിരുന്നു. ആദ്യമായിട്ട് രാജ്യത്ത് വരുന്നു, നമ്മളൊരു ക്ലോസറ്റിൽ കയറിയിരിക്കുന്നു, നമ്മള് പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ വരുമെന്ന്. ബാക്കി ഞാൻ തിരിച്ചപ്പോ ഇതൊക്കെ എന്തുവാ. പക്ഷെ കുറച്ചേരം കഴിഞ്ഞപ്പോ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയപ്പോഴേക്ക് ഏകദേശം രാത്രി ഞങ്ങൾ ചെന്നിറങ്ങി. കയറി എത്തിയപ്പോഴേക്ക് 7 മണി 8 മണിയായപ്പോ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഒക്കെ ഓൺ ആവുന്നു. അതോ ഇവന്റെ റൂമിൽ കയറുമ്പോ LED സ്ട്രിപ്പ് ലൈറ്റ് കയറി നടക്കാം. എന്നിട്ട് ഇവന്റെ ഒരു വോള് മൊത്തം ഗ്ലാസ് ആട്ടോ ആക്കിയിട്ട്. അപ്പൊ ഇങ്ങനെ തുറക്കുമ്പോ ഫുൾ ബാൽക്കണി. അത് മറ്റേ മഞ്ഞൊക്കെ മൂടി ഫെബ്രുവരി മാസമായിരുന്നു. കാനഡ എന്നൊക്കെ പറഞ്ഞു. യെസ്, എന്റെ തീരുമാനം ശരിയായിരുന്നു. ബാൽക്കണിലൊക്കെ ഇരിക്കുന്നു, വലിയ സോഫ, TV. ഓ, എനിക്കിവിടെ എല്ലാം ഉണ്ട്. ഇരിക്കാൻ നല്ല പതുപതുപ്പുള്ള സോഫ, കാണാൻ TV, കുടിക്കാൻ കൊക്കോ. ഇതായിരുന്നു എന്റെ ജീവിതം. 4 ദിവസം. അപ്പൊ എന്റെ എക്സ്പെക്ടേഷൻ വലുതായല്ലോ. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഇതൊരു നോർമൽ ലൈഫ്, എല്ലാവരുടെയും ജീവിതം ഇങ്ങനെയാണ്. അപ്പൊ ആകെ 2 പേര് 2 BHK. അപ്പൊ ഒരാളൊരു മുറി താമസിക്കുന്നു, വേറൊരാൾ മുറി താമസിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ അനിയന്റെ അടുത്തോട്ട് വിൻസറിനോട്ട് വിൻസർ ഞാൻ കയറി കഴിഞ്ഞപ്പോട്ടല്ലോ, ഞാൻ നോക്കിയപ്പോ കുഞ്ഞൊരു വീട്. അപ്പൊ ഞാൻ 2-3 പേരേ ഉള്ളൂ. ഞാൻ ഡോർ അകത്ത് കയറിപ്പോളൂ. ഒരു ഉത്സവത്തിനുള്ള ആളുണ്ട്. 11 പേര് ആ കുഞ്ഞു വീട്ടിൽ. ബർത്ത്ഡേ പാർട്ടിയാണോ? പാർട്ടിക്ക് അവർക്ക് പുറത്തുനിന്ന് ആള് വരണ്ട, അവിടെ ഉള്ളവരെന്നെ മതി. എന്റെ ബേസ്മെന്റ് 5 പേരുണ്ടെന്ന്. ബേസ്മെന്റ് 5 പേര്, 16 പേരാ വീട്ടില്. അത് 3 ഫ്ലോർ ഉണ്ട്. ആ കുഞ്ഞു വീട് 3 ഫ്ലോർ ആക്കിയിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ 1 മുറി, മുകളിൽ 2 മുറി, മൊത്തം 5 മുറിയുണ്ട്. ഞാൻ ആകെയുടെ ലണ്ടനിൽ അപ്പാർട്ട്മെന്റിൽ വന്നിട്ടുണ്ടല്ലോ. ആദ്യത്തെ ദിവസം ഇതുപോലെ വന്ന് ഞാൻ നോക്കൊരു കിട്ടില്ല സെറ്റപ്പ് അടിപൊളിട്ടോ. പിറ്റേ ദിവസം രാവിലെ ഞാൻ സോഫ കിടന്ന് ഉറങ്ങും. അപ്പൊ ഇവന്മാർ 2 പേരും ജോലിക്ക് പോയി. ഞാൻ രാവിലെ മറ്റേ സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. അപ്പൊ വിഷ്ണു ചേട്ടൻ ഉണ്ട് ഇപ്പുറത്തെ റൂമില്.
ഞാൻ കിടന്നുറങ്ങുന്നത് പട്ടാന്ന് പറഞ്ഞ് എന്റെ വെടി പൊട്ടുന്ന പോലെ 2-3 ഒച്ച. ഞാൻ പറഞ്ഞു, "വന്ദേ മാതരം." അയ്യോ എന്റെ ഭാരതം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കാതെ വിഷ്ണു പറഞ്ഞു, പേടിക്കണ്ട അപ്പുറത്താ. ഞാൻ ചോദിച്ചു, എന്തുവാ ശരിക്കും വെടി പൊട്ടിക്കുക. അപ്പുറത്ത് ഹോംലെസ്സുകാരുടെ ചെറിയൊരു ഏരിയ ഉണ്ട്. ഇപ്പൊ നിൽക്കുന്ന ലണ്ടനിൽ ഡണ്ടാ സ്ട്രീറ്റിൽ. കറക്റ്റ് ഡൗൺ ടൗണിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ അവിടെ ഈ റീഹാബിലിറ്റേഷൻ പോലത്തെ ഇതില്ലേ, അതുപോലെ കുറെ ഇതുണ്ട്. അപ്പൊ ഇവര് വന്ന് അകത്ത് കയറുന്നതിന് പോലീസുകാർ മറ്റേ ഗ്രനേഡ് വെച്ച് പൊട്ടിച്ചകത്ത് നിർത്തി. ഇതാ നടക്കുന്നത്. ഞാൻ മറ്റേ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളൊക്കെ പറഞ്ഞ് നോക്കിയിരിക്കുമ്പോ പിറ്റേ ദിവസം രാവിലെ അതോടുകൂടെ ഞാൻ ഓക്കെ പാക്കപ്പ് പോവാ. നൈജീരിയ ഫോൾസ്. എനിക്കിനി ഇവിടെ ഒരു നിമിഷം അവിടെ ഇച്ചിരി വൃത്തിയില്ലെന്നേ ഉള്ളൂ, വെടിയുണ്ടേ ഒന്നുമില്ല. നിങ്ങൾ എങ്ങനെ വന്നു വെച്ചു? നിങ്ങൾ ആദ്യം വന്നത് എങ്ങോട്ടാ പോയത്? ഞാൻ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങി നേരെ വീട്ടിൽ പോയി വെച്ചു. ഇപ്പുറത്തോട്ടം തിരിച്ചു ആ ഹലോ. അയ്യോ ഇതിങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കും. അല്ല അത് വയറ്റി വെച്ചാൽ മതി. വയറും കുറച്ചും കൂടെ ദേവു ചേട്ടൻ വയറ്റിയ പ്ലേറ്റ് വെച്ച് കഴിക്കത്തില്ല, അതുപോലെ വൈകി വെച്ചാൽ മതി. തുടങ്ങിയതേ ഉള്ളൂ ദേവു, പയ്യെ അതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഇരുത്തിയില്ല പ്രതിഷേധ